ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. 1700 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഞങ്ങളുടെ വീട് വരുന്നത്. 4 സെൻറ്റിലാണ്. ഞങ്ങൾ പഴയ വീട് പൊളിച്ചിട്ടാണ് പുതിയ വീട് പണിതതാണ് കേട്ടോ. ഇത് ഫ്രണ്ടിൽ തന്നെ വാട്ടർ ടാങ്ക് വരുന്നുണ്ട്. നമ്മുടെ ലൈൻ പൈപ്പിലൊക്കെ വരുന്ന വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ഒരു സൈഡാണ്. കുറഞ്ഞ സ്ഥലത്ത് തന്നെ വീട് വെച്ചുകൊണ്ട് സൈഡിലൊക്കെ സ്ഥലം കുറവാണ്. ഗ്യാസ് സിലിണ്ടറൊക്കെ ഞങ്ങൾ പുറത്താണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പഴയ വീട് പൊളിച്ചപ്പോൾ കുറച്ച് ഭാഗം ഇങ്ങനെ പൊളിക്കാതെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഈ സൈഡിൽ ഇങ്ങനെ കാണുന്നത്. മുൻപത്തെ പഴയ ടോയ്ലറ്റ് അതൊന്നും ഞങ്ങൾ പൊളിച്ചിട്ടില്ല, പുറത്ത് അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സിറ്റൗട്ടിൽ സിറ്റിംഗ് ഏരിയ ഒരു സൈഡിൽ മാത്രമാണ് ഉള്ളത്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഞങ്ങൾ ഷൂ റാക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഷൂ റാക്കൊന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ മാഷാ അല്ലാ തബറക്കല്ല മെറ്റൽ വാളാട്ട് അതൊക്കെ ഓൺലൈനിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ലിവിങ് റൂമാണ്. ലിവിങ് റൂമിലും ഹാളിലും മാത്രമേ ഉള്ളൂ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട്. കൂടുതലായിട്ട് ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കോർണറിൽ നോക്കിയാലും ഓൺലൈൻ പ്രോഡക്റ്റ്സ് ആയിരിക്കും. ഈ പ്ലാൻ സ്റ്റാൻഡൊക്കെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അതുപോലെ ഈ ടീ ടേബിള്, മെറ്റൽ വാളാട്ട് ഒക്കെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അതുപോലെ കാണുന്ന കുഞ്ഞു പ്ലാൻ പോട്ട്സ് ഇതെല്ലാം ഓൺലൈൻ പർച്ചേസാണ്. പിന്നെ ഹാളാണ് വരുന്നത്. ലിവിങ് ഏരിയ ഡൈനിങ് ഹാളാണ് വരുന്നത്. ഡൈനിങ് ഹാളിൽ വാളിൽ ചെയ്തിട്ടുള്ളത് ഫെറോ സിമെൻറ്റിൽ ചെയ്തിട്ടുള്ള കബോർഡാണ്. ഖുർആൻ അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹാളിൽ നിന്നാണ് 2 ബെഡ്റൂം, കിച്ചണ്, വാഷിംഗ് ഏരിയ ഒക്കെ ഡൈനിങ് ഹാളിലാണ് വരുന്നത്. വാഷിംഗ് ഏരിയയിലെ വാളിലൊക്കെ ടൈലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്, ഇൻറ്റീരിയർ അല്ല. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. 4 ബെഡ്റൂമാണ് വരുന്നത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂമിലാണ് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ വരുന്നത്. പിന്നെ വൈറ്റ് കളറിലുള്ള ഫാബ്രിക്കേഷനിലാണ് 4 റൂമിലും കബോർഡിന് ഡോറൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ വാഷിംഗ് ഏരിയ അതുപോലെ ഇത് ഫെറോ സിമെൻറ്റിൽ ചെയ്തതാണ്, ഖുർആനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. താഴെ 2 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ടോയ്ലറ്റൊക്കെ കുഞ്ഞു ടോയ്ലറ്റാണ് കേട്ടോ വരുന്നത്. ഉള്ള സ്പേസിനനുസരിച്ചിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ താഴെയുള്ള മറ്റൊരു ബെഡ്റൂമാണിത്. ഇത് ഉമ്മാടും ഉപ്പാടും ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. ഇതിലും ഫെറോ സിമെൻറ്റിലൊരു വാളിൽ ചെറിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിലും ബാത്റൂം അറ്റാച്ച്ഡാണ് വരുന്നത്. ഈ ബാത്റൂം കുറച്ച് വലിപ്പം വരുന്നുണ്ട്. പിന്നെ താഴെ കിച്ചണാണ് വരുന്നത്. കിച്ചണിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞങ്ങളുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കിച്ചണ് ഒക്കെ ചെറിയ കിച്ചണാണ്. സ്റ്റോർ റൂം, വർക്ക് ഏരിയ ഒന്നും ഉണ്ടാക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെ ഒതുക്കി ചെയ്തിരിക്കുകയാണ്. ഇത് സ്റ്റോർ റൂമിന് പകരമായിട്ട് ഉണ്ടാക്കിയൊരു സ്റ്റോറേജ് ഏരിയ ആണ്. അതുപോലെ ഇത് ഫ്രൂട്ട്സ്, പച്ചക്കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് ഡോറ് വെക്കാതെ ചെയ്തതാണ്. കിച്ചണിലെല്ലാം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇൻഡക്ഷൻ സ്റ്റൗ വെക്കാൻ ഇങ്ങനൊരു സ്പേസ്. അതുപോലെ റാക്കിലൊക്കെ ഫാബ്രിക്കേഷൻ തന്നെയാണ്. സ്ലൈഡിങ് ഡോറായിട്ടാണ് റാക്കൊക്കെ ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് കബോർഡ്സിൻ്റെ ഡോറൊക്കെ ഞങ്ങൾ ഹാഷ് കളറാണ് കേട്ടോ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം ഫ്ലോർ ഹാഷ് കളർ ആയതുകൊണ്ട് അതിലേക്ക് മാച്ചായിട്ട് അങ്ങനെ ഹാഷ് കളറ് തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് കിച്ചൺ ഒരു വൈറ്റ് ആൻഡ് ഹാഷ് കളറിലാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലോട്ട് പോകാം. മുകളിൽ വിൻഡോക്ക് പകരമായിട്ട് ഇങ്ങനെ പെർഗോളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു ചെറിയ ലൈറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ലൈറ്റിന് സ്പേസ് ഉള്ളൂ, അതുകൊണ്ടാണ് ചെറിയ ലൈറ്റ് സെലക്ട് ചെയ്തത്. പിന്നെ ടി വിയും ഊനാലൊക്കെ മുകളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ അതിനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മുകളിലാണ് ടി വി ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലും 2 ബെഡ്റൂം, ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂം, അതുപോലെ സിറ്റ് ഔട്ട്, ഓപ്പൺ ഏരിയ അങ്ങനെയാണ് വരുന്നത്. മുകളിലെ ഒരു ബെഡ്റൂമാണ് ഇത്. ബ്ലൈൻഡ്സൊക്കെ എല്ലാ റൂംസിലും ഞങ്ങൾ ഒരു കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ലിവിങ് റൂമിലും ഹാളിലും ഡൈനിങ് ഹാളിലും മാത്രമാണ് ലൈറ്റ് കളറ് കർട്ടൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് മോളുടെ ടെൻ്റാണ് കേട്ടോ. അതും ഓൺലൈനിലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ എല്ലാ റൂമിലും ഹൈഡ് ചെയ്തിട്ടാണ് മിറർ കൊടുത്തിട്ടുള്ളത്.
മുകളിലത്തെ ഒരു ബെഡ്റൂമിൽ മാത്രമാണ് പുറത്തായിട്ട് ഇങ്ങനെ മിറർ ചെയ്തിട്ടുള്ളത്. ഇത് മുകളിലത്തെ ബാത്റൂമാണ്. പിന്നെ മുകളിൽ വരുന്നത് ഒരു സിറ്റ് ഔട്ടാണ്. അതുപോലെ ഓപ്പൺ ടെറസാണ്. പിന്നെ മുകളിലെ മറ്റൊരു ബെഡ്റൂമാണിത്. ഇവിടെയാണ് അയൺ ചെയ്യാനുള്ള ടേബിളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. താഴെ അതിനുള്ള സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ TV അയൺ ചെയ്യാനുള്ള ടേബിളൊക്കെ മുകളിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിൽ മാത്രമേ ഉള്ളൂ മിറർ ഇങ്ങനെ പുറത്ത് വെച്ചിട്ട്, ബാക്കി എല്ലാ റൂമിലും ഹൈഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. കർട്ടൻസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ റൂമിലും ഞങ്ങൾ ഒരു കളർ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കബോർഡ്സ് എല്ലാ റൂമിലും വൈറ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി മുകളിൽ നെക്സ്റ്റ് സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ ഒരു ലൈറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ലൈറ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ ഓപ്പൺ ടെറസിലാണ് വാഷിംഗ് മെഷീൻ. കുട്ടികളെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഓപ്പൺ ടെറസിലാണ്. വാഷിംഗ് മെഷീൻ അവിടെ സെറ്റ് ചെയ്യാൻ കാരണം നമുക്ക് അലക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ വിരിച്ചിടും ചെയ്യാം. ഞങ്ങളെപ്പോലെ കുറഞ്ഞ സ്ഥലം വീട് വെക്കാനുള്ളവർക്ക് ഞങ്ങളുടെ വീടിൻ്റെ പ്ലാന് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.